സ്വാമിജിയോട് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ചോദിക്കാനുള്ളത്, ഈ ചിരഞ്ജീവികളിൽ ഒന്നായി നാം പരശുരാമനെ കണക്കാക്കുന്നുണ്ട്. ഓരോ ചിരഞ്ജീവികളും ഓരോ ആശയങ്ങളുടെ കൂടി ചിരഞ്ജീവിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക എന്ന ഒരു ചിന്തയുടെ പ്രതീകമായ അശ്വത്ഥാമാവും ജ്ഞാനത്തിൻ്റെ ചിരഞ്ജീവിത്വമുള്ള വ്യാസനുമൊക്കെ ഈ രീതിയിലാണ് ചിരഞ്ജീവിത്വത്തിലേക്ക് ഉയരുന്നത്. പരശുരാമൻ വാസ്തവത്തിൽ എന്ത് ആശയത്തെയാണ്, പരശുരാമൻ എന്ന കഥാപാത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ എന്ത് ആശയത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഭാരതത്തിൽ ഇത്തരം ഗുണങ്ങളെ അതിനൊരു ചിരഞ്ജീവിത്വം ചില കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിച്ച് കാട്ടുകയാണ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് 7 ചിരഞ്ജീവികളെ പ്രത്യേകം എടുത്തു പറയുന്നത്. 7 സ്വഭാവ ഗുണങ്ങളെയാണ്. അശ്വത്ഥാമ, ബലിർവ്യാസ, ഹനുമാംശ്ച, വിഭീഷണ, കൃപ പരശുരാമശ്ച, സപ്തൈതേ ചിരഞ്ജീവിനഃ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ അശ്വത്ഥാമാവ് പകയുടെ പ്രതീകമായിട്ട് തന്നെയാണ്. എന്ന് വരെ മനുഷ്യൻ്റെ ഉള്ളിൽ പകയുണ്ടോ ആ മനുഷ്യൻ്റെ ഉള്ളിൽ അശ്വത്ഥാമാവ് ജീവിക്കുകയാണ്, സജീവമായിട്ടുണ്ട്. അവിടെ എവിടെയാണോ ത്യാഗമനോഭാവമുള്ള അവിടെ ബലിയുണ്ട്. അതാണ് മഹാബലി ചക്രവർത്തിയുടെ കഥയും അതാണ്. അതേപോലെ ഹനുമാൻ എവിടെ എപ്പോഴൊക്കെ സേവനം, ഉത്സാഹം, ക്ഷമ, കരുത്ത്, ഇതൊക്കെ എവിടെ കാണാൻ കഴിയും? അവിടെ ഹനുമാൻ, ആ മനുഷ്യനിൽ ഹനുമാൻ ജീവിച്ചിരിക്കുന്നു എന്നാണ് സമൂഹത്തിൽ. അതുപോലെ പരപുച്ഛം എവിടെയുണ്ടോ അവിടെ കൃപര് ജീവിച്ചിരിക്കുന്നു എന്നാണ്. അതുപോലെ പരശുരാമനെ പറ്റി പറയുമ്പോൾ അത് എവിടെയൊക്കെ ക്ഷത്രിയൻ്റെ എന്ന് വെച്ചാൽ ഭരണാധികാരികളുടെ അഹങ്കാരം, അത് നമുക്കറിയാം, അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒക്കെ മനുഷ്യന് ഈ അഹങ്കാരം വന്നു പോകാം. അപ്പോൾ അങ്ങനെയുള്ള അഹന്ത വന്നു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ നാശമാണ് സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ. കാർത്തവീര്യാർജുനൻ അന്നത്തെ വലിയൊരു രാജ്യഭരണാധികാരിയാണ്. അദ്ദേഹം ഒരു ആശ്രമത്തിൽ കടന്നു ചെന്ന ഒരു ഗുരുവിനെ, ആ ഗുരുവിൻ്റെ സ്വത്ത് പിടിച്ചു പറിക്കാൻ ശ്രമിക്കുകയാണ്. ആശ്രമത്തിൽ പോയിട്ട് പിടിച്ചു പറിക്കുകയാണ്. അതൊരിക്കലും ശരിയല്ല. അപ്പോൾ ഭരണാധികാരി ഒരിക്കലും പിടിച്ചു പറിക്കാൻ പാടില്ല. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ക്ഷമയുടെയൊക്കെ മൂർത്തിയായിരിക്കണം. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ പഠിക്കുന്നത്. യഥാ രാജ തഥാ പ്രജ എന്നാണ് നോക്ക്. അപ്പോൾ അധികാരസ്ഥാനം കൊണ്ട് അധാർമിക പ്രവൃത്തികളിലേക്ക് പോയാൽ ഒരു സമൂഹം ഒന്നടങ്കം നശിച്ചു പോകും. അപ്പോൾ അതിനെതിരെ ഉയർന്നു വന്ന ഒരു ധാർമ്മിക വീര്യമായിരുന്നു പരശുരാമൻ. അതെവിടെ ഉണ്ടോ അതെവിടെ നമുക്ക് കാണാൻ കഴിയും, അവിടെ പരശുരാമൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. എവിടെയൊക്കെ അധികാരസ്ഥാനങ്ങൾ കൊണ്ട് മനുഷ്യൻ പരസ്പരം അടിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമ്പത്ത് തരപ്പെടുത്താനും ഒക്കെ നോക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രഹരമുണ്ട്. അതാണ് പരശുരാമൻ. പ്രകൃതിയിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് ചിരഞ്ജീവിത്വം അവിടെ ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. ഇത് ഏത് കാലത്ത് പോയാലും ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ കൂടി ഇതുണ്ടാവും. അന്ന് മാത്രമല്ല, എന്നും നിലനിൽക്കുന്ന ഒരു തത്വത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് പരശുരാമന് ചിരഞ്ജീവിത്വം കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ നമ്മൾ കാണുക തന്നെ വേണം. മാത്രമല്ല, അതേ മറ്റൊരു തത്വത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതേ പരശുരാമൻ തന്നെ ഈ ആയുധങ്ങൾ കൊണ്ട് പെരുമാറി 21 വട്ടം ഈ രാജ്യം ചുറ്റി നടന്ന് ക്ഷത്രിയൻ്റെ അഹങ്കാരം തീർത്ത ശേഷം ഈ ആയുധത്തിൻ്റെ അഹങ്കാരം അതിലേക്ക് കടന്നു വന്നോ എന്നൊരു സംശയമുണ്ട്. കാരണം അവിടെ ബാലനായ രാമൻ്റെ മുമ്പിൽ, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ മുമ്പിൽ ഈ അഹന്തയുമായിട്ടാണ് കടന്നു വരുന്നത്. അവിടെ ഇത് ചിലവായില്ല. അവിടെ തൻ്റെ അഹന്തയെ സമർപ്പിച്ച് താൻ ഇതുവരെ നേടി വന്ന തപശക്തികളെ മുഴുവൻ കൊടുത്തുകൊണ്ടാണ് പരശുരാമൻ പിൻവാങ്ങുന്നത്. യഥാർത്ഥമായ ആത്മീയ അന്വേഷണ മാർഗത്തിലേക്ക് തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതൊന്നും ശാശ്വത പരിഹാരമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പരശുരാമൻ അവിടെ ക്ഷത്രിയൻ്റെ ഹുങ്കിനെ നശിപ്പിക്കുന്ന ഒരു പ്രതീകാത്മക ചിത്രം മാത്രമാണ്.